ഇനി ഇന്നത്തെ ദിവസം നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ നമ്മളൊന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കി വരാം. ഇന്ന് ഇത് സംഭവിക്കും. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പതാക ദീപശിഖ കൊടിമര ജാഥകൾ ഇന്ന് കൊല്ലം ആശ്രാമം മൈതാനത്ത് സംഗമിക്കും. വൈകിട്ട് 5 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പതാക ഉയർത്തും. നാളെയാണ് പ്രതിനിധി സമ്മേളനം. 3ാം തവണയാണ് CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയാവുന്നത്. വർദ്ധിച്ചുവരുന്ന കൊലപാതകങ്ങൾക്കും ലഹരി വ്യാപനത്തിനുമെതിരെ UDFന്റെ ഉപവാസ സമരം ഇന്ന്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് നോ ക്രൈം നോ ഡ്രഗ്സ് ഉപവാസ സമരം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാവിലെ 10 മണിക്ക് ഉപവാസം ഉദ്ഘാടനം ചെയ്യും. KPCC പ്രസിഡന്റ് K സുധാകരൻ, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിന് ഇന്ന് തുടക്കമാവുന്നു. രാവിലെ 10:10 ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. 13 രാവിലെ 10:15 പൊങ്കാല. സിനിമാ സമരം ഒഴിവാക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചതിന് പിന്നാലെ യോഗം ചേരാൻ ഒരുങ്ങി ഫിലിം ചേംബർ. ഇന്ന് രാവിലെ 11 മണിക്ക് കൊച്ചിയിൽ യോഗം ചേരും. സർക്കാരിന് സമർപ്പിക്കേണ്ട ആവശ്യങ്ങൾ ചർച്ച ചെയ്യും. GSTക്കൊപ്പമുള്ള വിനോദ നികുതി പിൻവലിക്കുക, താരങ്ങളുടെ വലിയ പ്രതിഫലം വെട്ടിക്കുറയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്താനുള്ള തീരുമാനം. ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ പുറത്തിറങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക്. തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണമുണ്ട്. പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമരസമിതിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിനോടനുബന്ധിച്ചാണ് നിയന്ത്രണം. രാവിലെ 10:30 മുതൽ മാർച്ച് അവസാനിക്കുന്നതുവരെയാണ് നിയന്ത്രണമുള്ളത്. മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഈ മാസം നീല കാർഡ് ഉടമകൾക്ക് അധിക വിഹിതമായി 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസയ്ക്ക് നൽകും. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിലാവും ലഭിക്കുക. വെള്ളക്കാർഡ് ഉടമകൾക്ക് 6 കിലോ അരിയും ലഭിക്കും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ഇന്നലെയാണ് അഫാനെ മെഡിക്കൽ കോളേജിൽ നിന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. അഫാൻ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പാങ്ങോട് പോലീസാണ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് സെമിഫൈനലിൽ ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക പോരാട്ടം ഇന്ന്. ലാഹോറിൽ ഉച്ചയ്ക്ക് 2:30 മത്സരം. ഗ്രൂപ്പ് ബിയിൽ 1ാം സ്ഥാനക്കാരായാണ് ദക്ഷിണാഫ്രിക്ക സെമിയിൽ കടന്നത്. കിവീസ് ഗ്രൂപ്പ് എയിലെ 2ാം സ്ഥാനക്കാർ. P. ജയരാജൻ വധശ്രമക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരായ അപ്പീൽ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. പ്രതികളെ കുറ്റവിമുക്തരാക്കിയത് റദ്ദാക്കണമെന്ന് ജയരാജനും സംസ്ഥാനവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതി നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിൽ സുപ്രീംകോടതി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. 1999 ഓഗസ്റ്റ് 25 ജയരാജനെ കണ്ണൂരിലെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പത്തനംതിട്ട സീതത്തോട് പാലം ഇന്ന് നാടിന് സമർപ്പിക്കും. വൈകിട്ട് 6 മണിക്ക് മന്ത്രി PA മുഹമ്മദ് റിയാസ് പാലം ഉദ്ഘാടനം ചെയ്യും. സീതത്തോട് ഗവി റിവർ എത്നോ ഹബ് നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും.